കണ്ടാൽ ബോണ്ട പോലെ തോന്നുമെങ്കിലും നമുക്ക് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി പലഹാരമാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പഴയകാല പലഹാരങ്ങളായ സുഗിയനും ബോണ്ടയും പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് ചെറുപയർ ചേർക്കുന്നില്ല, മറ്റൊരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ബാറ്റർ തയ്യാറാക്കാം. കുറച്ച് കടലപ്പൊടിയും മൈദയും എടുത്ത് നമുക്ക് അതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തത്. 4 സ്പൂണ് കടലപ്പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്കതൊരു കട്ടിയായ ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. മധുരത്തിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും ചേർക്കാനുണ്ട്. ഓരോരുത്തർക്കും വേണ്ട മധുരത്തിന് ആവശ്യമായ ശർക്കര മാത്രം ചേർത്താൽ മതിയാവും. ഞാനിന്നിവിടെ 3 കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കത്തി കൊണ്ട് നമുക്കൊന്ന് ചെറുതാക്കി എടുക്കാം. ശേഷം നമ്മൾ കലക്കി വെച്ച ബാറ്ററിലേക്ക് അതിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ ബാറ്ററിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. എള്ളുണ്ടെങ്കിൽ 2 സ്പൂണോളം എള്ളും നമുക്കിതിലേക്ക് ചേർക്കാം. കറുത്ത എള്ളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ്. അടുത്തതായി നമുക്ക് കുറച്ച് കാരക്കയുടെ ആവശ്യമുണ്ട്. അതിൻ്റെ കുരുവൊക്കെ പോക്കി നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. നമുക്കിവിടെ കാരക്കയും അവിലും തേങ്ങയും പഴവുമാണ് ഇവിടെ ഉള്ളിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത്. കാരക്ക നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതൊക്കെ ഒന്ന് കുരു പോക്കി കളഞ്ഞു. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്കിട്ട് ഒരു അരമുറി തേങ്ങയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കാരക്കയും അതിലേക്കിട്ട് ഒന്നിളക്കാം. കാരക്ക കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയാണിത്. നമുക്കൊരു നേന്ത്രപ്പഴം അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർക്കാം. ചെറിയ പീസായാണ് ഞാനിവിടെ അരിഞ്ഞിട്ടുള്ളത്. നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കാം. ഇതിലേക്ക് ശർക്കരയൊന്നും ചേർക്കുന്നില്ല. ബാറ്ററിൽ നമ്മൾ ശർക്കര ഇട്ടത് കൊണ്ടാണിത്. ഇതിൽ കാരക്കയുടെ മധുരം തന്നെ ഉണ്ടാവും. കാരക്കയും പഴവും അവിലും തേങ്ങയും ചേർത്ത ഈ പലഹാരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഉത്തമ പലഹാരമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്കിതിലേക്ക് കുറച്ച് അവിൽ കൂടി ചേർക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ അവിൽ ചേർക്കുന്നുള്ളൂ. ഒന്ന് കടിക്കാൻ വേണ്ടി, ഒരു രസത്തിന് വേണ്ടിയാണ് ഇതിലേക്ക് അവിൽ ചേർത്തത്. ഇപ്പോൾ ഇത് വേണ്ട പോലെ ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ച് ഒന്ന് തണുപ്പിക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാം. പഴവും കാരക്കയും ഒക്കെ ചേർത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉരുണ്ട് കിട്ടും. ഇപ്പോൾ നമ്മളെല്ലാം ഇത് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കാഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ ഓരോ ഉരുളയും മുക്കി നമുക്ക് ഈ ചട്ടിയിലേക്കിടാം. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് അടുത്ത ഭാഗം വേവിക്കാം. ഓവർ തീ കൊടുക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മുടെ ബോണ്ട പോലെയുള്ള ഈ പലഹാരം 4 മണി പലഹാരം തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് കഴിക്കാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.